ആൽക്കമിസ്റ്റ് എന്ന വളരെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ ഒരു കഥ പറയുന്നുണ്ട്. നാസിസ് എന്ന ചെറുപ്പക്കാരൻ തടാകക്കരയിൽ തൻ്റെ സൗന്ദര്യം മുട്ടുകുത്തിയിരുന്ന് കാണുക പതിവായിരുന്നു. ഈ ചെറുപ്പക്കാരൻ്റെ സൗന്ദര്യത്തിൽ ആകൃഷ്ടരായ വനദേവതകൾ അദ്ദേഹത്തെ പിന്തുടരാറുണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം തടാകക്കരയിൽ സ്വന്തം സൗന്ദര്യത്തെയാണ് കണ്ടിരുന്നത്. ഒരിക്കൽ അദ്ദേഹം മുന്നുകുത്തി തടാകത്തിൽ വീഴുകയും മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആ തടാകത്തിലെ വെള്ളത്തിൽ ഉപ്പ് കലർന്നിരുന്നു. ഇതറിഞ്ഞ് ദേവതമാർ തടാകക്കരയിൽ വന്നിരുന്ന് തടാകത്തോട് പറഞ്ഞു, ശരിയാണ്, നിനക്ക് തന്നെയാണ് ഏറെ ദുഃഖമുണ്ടാവുക. നീയാണല്ലോ ഏറ്റവും കൂടുതൽ അവൻ്റെ സൗന്ദര്യം ആസ്വദിച്ചിട്ടുള്ളത്. അപ്പോൾ തടാകം പറയുന്നുണ്ട്, അയാൾക്ക് അത്രമാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നു. ഞാൻ അയാളുടെ സൗന്ദര്യത്തെ നഷ്ടപ്പെട്ടതുകൊണ്ടല്ല കരയുന്നത്. പിന്നെയോ ദേവതമാർ ചോദിച്ചു. അദ്ദേഹം മുട്ടുകുത്തിയിരുന്ന് തടാകത്തിലേക്ക് നോക്കുമ്പോൾ, എന്നിലേക്ക് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഞാൻ എൻ്റെ സൗന്ദര്യത്തെ കണ്ടിരുന്നു. ഇതാണ് ആ കഥയുടെ സംക്ഷിപ്ത രൂപം. എത്ര മനോഹരമാണ് നമ്മുടെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മുടെ സൗന്ദര്യം കാണണമെങ്കിൽ മറ്റുള്ളവരിൽ നാം കണ്ടെത്തണം എന്നുള്ള വളരെ അർത്ഥഗർഭമായ ഒരു കഥയാണ് പൗലോ കൊയ്ലോ ഇതിലൂടെ പറഞ്ഞു വെക്കുന്നത്.